നമസ്കാരം. തനുസ് PSC ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന എഡിക്കൾക്ക് അക്കൗണ്ടിങ് ക്യാഷ്യറിൻ്റെ എക്സാംസിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീ ആണിത്. 97/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. ആ കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിട്ട് പോലും നടന്നൊരു എക്സാമാണിത്. അപ്പോൾ നോക്കാം, ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള സംഭവങ്ങളിലും അവയുടെ കാലഘടനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. പാരിസ് സത്യാഗ്രഹം 1947-48, നിവർത്തന പ്രക്ഷോഭം 1935, പട്ടിണി ജാഥ 1936, ഗുരുവായൂർ സത്യാഗ്രഹം 1931-32. ആൻസർ ഓപ്ഷൻ സി ആണ്, 2 ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തതാണ് നിവർത്തന പ്രക്ഷോഭം, 35 ആണ് തെറ്റായ ജോഡി. നെക്സ്റ്റ്, പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദീസിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻസ്: ജോവന്നീസ് ഗോൺസാൽവസ്, ബിഷപ്പ് അലക്സിസ് ഡി മെസ്നിസ്, ഗ്യാഷ്യ ഡി ഓർത്ത, ബിഷപ്പ് ഹാറ്റല. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദീസിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ്. താഴെ തന്നിരിക്കുന്ന ജോഡിയിലെ ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 4ഉമാണ് ശരി. സത്യശോധക സമാജം ജ്യോതിറാവു പൂലെ, ഹിതകാരണി സമാജം വീരേശലിംഗം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് പിൻതീതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷനാണ് പിൻതീതി വെച്ച ചെക്ക് എന്ന് പറയുന്നത്. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗെസ്റ്റപ്പോ. രഹസ്യ പോലീസ് ഗെസ്റ്റപ്പോ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICCയുടെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്, 3 മാത്രമാണ് ശരി. അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ് മാത്രം. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് വൺ, ദുർഘട പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതിയാണ് എന്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫോം ലൈൻ. ഫോം ലൈൻ. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ലിപുലേഖ് ചുരം. ആൻസർ ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ഏതൊക്കെയാണ്? മുങ്കേഷ്പൂർ, ഡൽഹി. മുങ്കേഷ്പൂർ, ഡൽഹി. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1ഉം 4ഉം. താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങളാണ്. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. നെക്സ്റ്റ് വൺ, കാഞ്ചൻജംഗയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി. കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് ഏത്? കാഞ്ചൻജംഗ. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, അൽമാട്ടി ഡാം, കർണാടക, കൃഷ്ണാനദി. അൽമാട്ടി ഡാം, കർണാടക, കൃഷ്ണാനദി. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, സമുദ്രോൽപ്പന്നങ്ങൾ, ബസുമതി ഒഴികെയുള്ള അരി, പഞ്ചസാര. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. 1991 സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രസ്താവനകൾ 1, 2, 3 എന്നിവ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. 3 പ്രസ്താവനകളും ശരിയായതാണ്. RBIയെ ഒരു നിയന്ത്രക സ്ഥാപനം എന്നതിൽ നിന്നും സഹായക സ്ഥാപനമാക്കി മാറ്റുക.
സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകി. വിദേശ ബാങ്കിലെ വിദേശ നിക്ഷേപ പരിധി 75% ഉയർത്തി എന്നുള്ളത്. നെക്സ്റ്റ് വൺ, നീതി ആയോഗിൻ്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷം റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ കൊടുത്തത്. നെക്സ്റ്റ് വൺ, 2ാം പഞ്ചവത്സര പദ്ധതിയെ ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വളർച്ചാ ലക്ഷ്യം 5.6% ആയിരുന്നു. വളർച്ചാ ലക്ഷ്യം 5.6% ആയിരുന്നു. ഇനി റിസർവ് ബാങ്കിൻ്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. റിസർവ് ബാങ്ക് പണനയം. ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസ്താവനകൾ 1, 2 ശരി, 3 ശരിയല്ല. 1, 2 എന്ന് പറയുമ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ് അല്ലേ. റിപ്പോ റേറ്റ് കഴിഞ്ഞ LDCക്ക് ഇപ്പോൾ കുറച്ച് ചോദിച്ചു. നെക്സ്റ്റ്, വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. തൊഴിൽ ലഭ്യത കുറഞ്ഞു. ആൻസർ ഓപ്ഷൻ ഡി ആണ്. തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ഡി. താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള GVA വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഓരോന്നിൻ്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായി യോജിപ്പിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രാഥമിക മേഖല 21%, ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ 26.50%, തൃതീയ മേഖല 52.50% അല്ലേ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ കണ്ടെത്തുക അല്ലേ. ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി രണ്ടാമത്തതാണ് ശരിയായ പ്രസ്താവന. ഉപരാഷ്ട്രപതി പാർലമെൻറ്റിലെ അംഗമാണ്. ഉപരാഷ്ട്രപതി പാർലമെൻറ്റിലെ അംഗം ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ? ആൻസർ ഓപ്ഷൻ സി ആണ്. നോക്കാം. സി ഒന്നാമത്തതാണെന്ത് തെറ്റായ പ്രസ്താവന അല്ലേ. 6-18 ഒന്നാമത്തതാണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് വൺ, കേന്ദ്ര മന്ത്രിസഭയെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ അല്ലെ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കേന്ദ്ര മന്ത്രിസഭ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 3 എന്നിവ എന്താണ് ശരിയായ പ്രസ്താവന? മീൻസ് ഒരു വകുപ്പിൻ്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. മൂന്നാമത്തതോ നിർമ്മല സീതാരാമൻ, പിന്നെ അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഇനി ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതൂ. ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് ഫസ്റ്റ് വൺ വി ഗിരിധന്, സെക്കൻഡ് ആർ വെങ്കട്ടരാമൻ, പിന്നെ വരുന്നതാണ് മുഹമ്മദ് ഹമീദ് അൻസാരി, ദെൻ ധനകർ, ലാസ്റ്റ് വൺ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ചേരുംപടി ചേർക്കുക. ആൻസർ ഏതാണ് വരിക? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ. ഹെബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, അത് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഹാജരാക്കുക. ദെൻ മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു അല്ലേ. പിന്നെ പ്രൊഹിബിഷൻ ഓക്കെ നിരോധനം എന്നുള്ള സംഭവത്തിൽ കോവാറൻറ്റോ എന്താധികാരത്തിൽ. രണ്ടെണ്ണം കിട്ടിയാൽ ചെയ്യാൻ തോന്നുന്നു അല്ലേ. നെക്സ്റ്റ് ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് ശരിയായ പ്രസ്താവനകൾ ഏവ? ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമുണ്ട് അല്ലേ? ഇതിൽ ആൻസർ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം എന്താണ്? ശരിയായ പ്രസ്താവനകൾ ആണ്. യുനെസ്കോ ഉണ്ടോ? ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. യുനെസ്കോ ആസ്ഥാനം പാരീസാണ്. നെക്സ്റ്റ് നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം എന്താണ്? നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നീ തരംതിരിക്കുക. ഇതിൻ്റെ ആൻസർ ഏതാണ്? 28ൻ്റെ ആൻസർ വരിക എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. സംസ്ഥാന സർവീസ്, അഖിലേന്ത്യാ സർവീസ് അല്ലേ? ഇതൊക്കെ കുറച്ച് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പോലെ അല്ലേ? നെക്സ്റ്റ് വായിച്ചാൽ കിട്ടും. ഇരുന്ന് വായിച്ചാൽ കിട്ടും. നമുക്ക് ധൃതിയല്ലേ അല്ലേ? നോക്കാം. ഇരുന്ന് വായിച്ചാൽ കിട്ടും. അത് 23ാം ഭരണഘടനാ ഭേദഗതിയെ ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻസൊക്കെ എപ്പോൾ ചെയ്യാൻ പറ്റും? നമുക്ക് ലാസ്റ്റത്തേക്ക് മാറ്റി വെച്ചിട്ട് ചെയ്താൽ മതി അല്ലേ? വായിച്ച് കൺഫ്യൂഷനൊന്നും അടിക്കണ്ട. നെക്സ്റ്റ് വൺ, 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ? മൂന്നാമത്തെ തെറ്റായ പ്രസ്താവന. 73 വന്നത് 90 എന്നുള്ള തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 30ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്താണ്? ഇത് 3 ശരിയായ പ്രസ്താവനകളാണ്. ഓപ്ഷൻ ഡി ആണ്. കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതാ? തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 4ാമത്തേതാണെന്ത്? തെറ്റായ പ്രസ്താവന. കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. അടുത്തത്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവൃത്തികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം അല്ലേ? എല്ലാം എന്നുള്ളതാണ്. ഇതെല്ലാം പറയുന്നുണ്ട്. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കുക. ധനകാര്യ കമ്മീഷൻ 280 വെച്ച് നമുക്കാരും ബാക്കി ചെയ്യാം അല്ലേ? ആൻസർ ഓപ്ഷൻ സി ആണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മിനിസപേക്ഷയെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? മിനിസപേക്ഷയ്ക്ക് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ആൻസർ. നെക്സ്റ്റ്, അക്ഷാസ്തികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. വാരിയെല്ലുകൾ 24 അസ്ഥികൾ. ഇനി ശ്വാസകോശത്തെ പൊതിഞ്ഞിട്ടുള്ള ഇരട്ട സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി ആണ്. പ്ലൂറൽ സ്ഥലം. സന്ധികളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രം. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. ഉമനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ഉമനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ലൈസോസോം. ലൈസോസോമാണ് ഉമനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. രക്തം കട്ട പിടിക്കുന്നതിൻ്റെ ശരിയായ ക്രമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1 മിനിറ്റ്. 39ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മൂന്നാമത്തേതായി നടക്കുന്നു. ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ആദ്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ മുറിവേറ്റ ഭാഗത്തുണ്ടാകുന്നതാണെന്ത്? ത്രോംബോപ്ലാസ്റ്റിൻ. പിന്നീട് 2 പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് മാറുന്നു. ത്രോംബിൻ എന്നുള്ളത് പ്രോത്രോംബിൻ ആക്റ്റീവ് അല്ലാത്തത്, അതിനെ ത്രോംബിൻ എന്ന് പറയുന്ന ആക്റ്റീവായിട്ട് ഉള്ള സംഭവമാക്കുന്നു മാറ്റുന്നു. പിന്നീട് ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാല്. ഇതിനിടയ്ക്ക് കുറച്ച് സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ത്രോംബോപ്ലാസ്റ്റിൻ ടു പ്രോത്രോംബിൻ, ത്രോംബിൻ ടു ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ ത്രെഡ്സ് ആയി മാറുന്നു. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുള്ള സംസ്ഥാനം ഏതാണ്? സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. മഹാരാഷ്ട്ര. TB HIV ഇൻഫെക്ഷൻ മഹാരാഷ്ട്ര. TB HIV ഇൻഫെക്ഷൻ മഹാരാഷ്ട്ര. ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഏതാണ്? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അല്ലേ? മനസുഖമുണ്ട് ആരോഗ്യമന്ത്രിക്ക്. മനസുഖം നമുക്ക് കിട്ടുന്നത് ആരോഗ്യം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ കിട്ടുമല്ലേ? മനസുഖം.
മൻസൂഖാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി അല്ലേ. വീണ ജോർജ് നമ്മൾ മറക്കില്ല. അപ്പോൾ പക്ഷേ ഇത് പുതിയതായതുകൊണ്ട് മൻസുഖം ആരോഗ്യമന്ത്രി മനസുഖം മാണ്ഡവ്യ. മനസുഖം എന്ന് ഓർക്കുക. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് എന്താണ്? ദ്രവ്യത്തിൻ്റെ അളവ് എന്താണ്? മാസാണ്. ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദു പോളാണ്. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക നമുക്ക്? മാലിയബിലിറ്റി. സൗരയൂഥത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ബുധൻ. 2023 ഭൗതികശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും നൊബേൽ പ്രൈസ് മാത്രമാണ് അങ്ങോട്ട് ചോദിച്ചല്ലേ. ശാസ്ത്രജ്ഞരുടെ പേരെന്താണ്, കണ്ടുപിടിച്ച മേഖല ഏതെന്നുമാണ് വന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. നെക്സ്റ്റ് ഒളിമ്പിക്സും കറണ്ട് അഫെയറിൻ്റെ P1V1 = P2V2 എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബോയിൽ നിയമം. ഏത് ലോഹം പ്രധാന ഘടകങ്ങളുമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? എന്താണ്? മെർക്കുറിയാണ്. ഐസോട്രോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും. ഏതാണിത്? ഓസ്മോട്ടിക് മർദ്ദം തുല്യമായിരിക്കും. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിൻ്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. കുടിവെള്ളത്തിൻ്റെ BOD എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 1:2 ppm. 1:2 BOD സൂചിപ്പിക്കുന്ന ppmലാണ്. നെക്സ്റ്റ്, ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏതാണ്? ബ്ലൂ ബേബി സിൻഡ്രോം. ആൻസർ ഓപ്ഷൻ സി ആണ്, നൈട്രേറ്റ് ആണ്. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ വള്ളത്തോൾ നാരായണ മേനോൻ. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ സി, മൈക്കിൾ ഫെൽപ്സ്. KC ലേഖ ഏത് കായിക മേഖലയിലാണ് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? ആൻസർ ബോക്സിംഗ്. KC ലേഖ ബോക്സിംഗ്. ഫയദോർ ദസ്തേവസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒരു സങ്കീർത്തനം പോലെ. ഇളഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി, തൃശ്ശൂർ പൂരം. ഇളഞ്ഞിത്തറ മേളം എന്ന് കളിയാക്കി ഇവിടെ മഴ പെയ്യുമ്പോൾ തവള കിടന്ന് നല്ല ബഹളം. ഇങ്ങനെ തവള എവിടുന്ന് വരും നമുക്കറിയില്ല. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, വെള്ളമില്ല, ഗ്രൗണ്ട് പോലെ. അത് ഇളഞ്ഞിത്തറ മേളമെന്ന് ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ഏതാണ്? തൃശ്ശൂർ പൂരം. 2023 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തി? സമാധാനം. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, നർഗേസ് മുഹമ്മദി അല്ലേ. നർഗേസ് ആണ് സമാധാനം. നർഗേസ് വേണമെങ്കിൽ ഈ നായും തായും കൂടെ വെച്ചൊന്നും അറിയാൻ പറ്റുന്നില്ല എങ്കിൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ കാണാൻ പഠിച്ചു വെക്കുക. നർഗേസ് മുഹമ്മദി. ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം ഏതാണ്? ഏത് വർഷമാണ്? 23 അദ്ദേഹം മരിച്ചു അല്ലേ. ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ, വേർഡ് പ്രോസസ്സർ. ഓപ്പൺ ഓഫീസ് റൈറ്റർ വേർഡ് പ്രോസസ്സർ വിഭാഗത്തിൽ പെടുന്നു. കേബിൾ TV നെറ്റ്വർക്കിങ്ങിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മാൻ. 2 KB = ഡാഷ് ബൈറ്റ്സ്. എന്താണത്? ഡി, 2048. ആദ്യത്തെ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV C-57. PSLV C-57. 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ്? ആൻസർ ഏതാണ്? ബി, അമിതാഭ് കാന്ത്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 2 പ്രശ്നത്തെ ക്വസ്റ്റ്യൻസിൽ നിന്ന് റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 24. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2007, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് 98, പിന്നെ സംസ്ഥാന വനിതാ കമ്മീഷൻ 96.
ഓക്കെ അല്ലേ? 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് അടയ്ക്കണം? എത്ര ഫീസാണ് അടയ്ക്കേണ്ടത്? 10 രൂപ. അടുത്തത് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം അതിനെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസേഴ്സ് ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇക്ബാൽ സിംഗ് ലാൽപുര. ന്യൂനപക്ഷ കമ്മീഷൻ ലാൽപുരയാണ്. ന്യൂനപക്ഷ കമ്മീഷൻ ലാൽപുര. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരനെന്ന് നിർവചിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. 60 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ളവരാണ് മുതിർന്ന പൗരന്മാരെന്ന് പറയുക. ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് 91. 72 ആൻസർ ഓപ്ഷൻ ഡി ആണ്. 73ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 35. നെക്സ്റ്റ് വരുന്നത് 74 ഓപ്ഷൻ ബി ആണ് ആൻസർ. 75ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 76ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് 150. 77ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 78ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. 79ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 80ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 81 നോക്കാം. fill in the blanks suitably using the appropriate clause ആണ്. She dashed the examination if she had studied well. ആൻസർ വരുന്നതിൻ്റെ ഓപ്ഷൻ ബി വുഡ് ഹാവ് പാസ്ഡ്. വുഡ് ഹാവ് പാസ്ഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഷീ ഹാസ് ഹാർഡ്ലി എനി മണി. ആൻസർ എൻ്റെ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ആൻസർ കീ എന്താണ്? ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ എ ഹാസ് ഹി. അവിടെ ഹാർഡ്ലി നോട്ട് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ. റിപ്പോർട്ട് ദ സെൻറ്റൻസ് പ്രോപ്പർലി. ഹാവ് യു മെറ്റ് ദ പ്രിൻസിപ്പൾ? ദ ടീച്ചർ സെഡ് ടു മീ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് മെറ്റ് ദ പ്രിൻസിപ്പൾ. Pick out the correct article and fill the sentence up aptly. After dash year or two, the question can be reconsidered ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. എ ഇയർ ഓർ ടു അല്ലേ? 84ൻ്റെ ബി ആണ്. ഓർക്കെ അല്ലേ? കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് കറക്റ്റ് ടെൻസ്. ദ ബെൽ ഡാഷ് ബ്രാക്കറ്റ് റിങ് ബിഫോർ ഐ റീച്ച്ഡ് ദ സ്കൂൾ. ആൻസർ ഓപ്ഷൻ സി ആണ്. ഹാർട്ട് റങ്. ദ ബെൽ ഹാർട്ട് റങ്ഡ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഗിവൺ വൺ വേർഡ് ഫോർ സ്യൂട്ടബിൾ. വൺ വേർഡ് ചെയ്യാം. എ പേഴ്സൺ ഹു സ്റ്റാൻഡ്സ് അബൌട്ട് ദ സൺ, ദ മൂൺ, സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ്. ആൻസർ ഓപ്ഷൻ സി ആരാണിത്? അസ്ട്രോണമർ ആണ്. അസ്ട്രോണമർ ആണ്. fill in the blanks with the opposite of the underlined word. ഷ്വാലിക് ലുക്ഡ് cheerful. cheerful underlined ആണ്. വേർഡ് ഹാസ് സുമിൻ. ലുക്ഡ്. cheerfulൻ്റെ ഓപ്പോസിറ്റ് വേർഡ് നമുക്കിതിൽ നിന്ന് കണ്ടെത്തണം. ആൻസർ ഇതാണ് ഓപ്ഷൻ എ ഗ്ലൂമി ആണ് അല്ലേ? ഗ്ലൂമി ആയിരിക്കാം. വിച്ച് ഇസ് ദ ആപ്റ്റ് സിനോണിം ഫോർ ദി വേർഡ് അണ്ടർലൈൻഡ്. വീക്കിൻ്റെ സിനോണിം ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി ഫീബിൾ. യൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ലോസ്. Pick out the correct sentences with the right phrase verb for the underlined word. Abandon പറഞ്ഞതിൻ്റെ റൈറ്റ് ഫ്രേസൽ വെർബ്സ് ഇവിടെ ഉണ്ടെങ്കിൽ എടുത്ത് എഴുതുക. 90 ആൻസർ ഓപ്ഷൻ സി ആണ്. ദ ഡോക്ടർ അഡ്വൈസ്ഡ് മീ ടു ഗീവ് അപ്പ് സ്മോക്കിംഗ്. പിന്നെയോ പിരിച്ചെഴുതുക. വെൺ തിങ്കൾ. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. വെൾ പ്ലസ് തിങ്കൾ. 91 ഓപ്ഷൻ സി ആണ്. വെൾ പ്ലസ് തിങ്കൾ. ഞാൻ വേറെ തിരിച്ചു വെച്ചു. വെൾ പ്ലസ് തിങ്കൾ. നെക്സ്റ്റ് ആദേശ സന്ധിക്ക് ഉദാഹരണം ഏതാണ്? നെക്സ്റ്റ്
അത് വിണ്ടല. തദ്ധിതത്തിന് ഉദാഹരണം ഏതാണ്? വെണ്മ. വിപരീത ബന്ധം എഴുതുക. അഗ്രജൻ, അഗ്രജൻ, അവരജൻ. ജലത്തിൻ്റെ പര്യായപദം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, നളിനം. നെക്സ്റ്റ്, ആനച്ചന്തു എന്ന ശൈലിയുടെ ആശയം ഏതാണ്? ശൈലിയുടെ ആശയം ഏതാണ്? ഓപ്ഷൻ സി ആണ്. താഴെ പറയുന്നതിൽ ശരിയായ പദം എടുത്തെഴുതുക. ഓപ്ഷൻ എ ആണ്, ചൂടാമണി. താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ്, എരുതിയിൽ എണ്ണയൊഴിക്കുക. കവിയുടെ സ്ത്രീലിംഗ പദം ഏതാണ്? ഏതാണ്? കവയിത്രി. ഒക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ മുഴുവൻ വന്നതിനകത്തല്ലേ, മലയാളം ഒക്കെ. ഒറ്റപ്പദമാക്കുക. വർഷം തോറും എന്താണ്? പ്രതിവർഷം. പക്ഷെ ഫസ്റ്റ് പാർട്ട് പ്രസ്താവന കുറച്ചൊന്ന് കടുപ്പിച്ചു അല്ലേ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു അഗെയിൻ.